ഇന്ന് വെള്ളിയാഴ്ച ദിവസം. ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നതെങ്കിലും രാവിലെ എഴുന്നേറ്റ് സുബഹി കഴിഞ്ഞ് വീണ്ടും ഉറക്കം. യെസ്, എന്റെ പേര് ഷഹൽ. ഞാനൊരു ഖത്തർ പ്രവാസി. ആ ഉറക്കം ഒരു 9 മണിക്ക് പൊങ്ങി ഫ്രഷായി എല്ലാ വെള്ളിയാഴ്ചയും പോലെ വെള്ളയും ഇട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഷൂട്ട്. അത് കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക്. ഇന്ന് പിന്നെ ബിരിയാണി ആണല്ലോ മെയിൻ. അപ്പോഴേക്കും കിച്ചണിൽ ദാ ഒരുക്കങ്ങൾ തുടങ്ങി. ഫ്രൈഡേ സ്പെഷ്യൽ ഫിഷ് ദം ബിരിയാണി. കിച്ചണിൽ മെയിൻ ഷെഫ് റമീസും ഒത്താശക്ക് നിസാറും കൂട്ടിനുണ്ട്. ശരിയായ തീ പറക്കുന്ന ഫിഷ് ദം ബിരിയാണി സെറ്റ്. പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക്. ദമ്മ് പൊട്ടിക്കണം. മാഷാ അല്ലാ, അടിപൊളി. ടേസ്റ്റും ഒരു രക്ഷയിലിട്ടോ, വേറെ ലെവൽ. വയറ് നിറച്ചും ബിരിയാണി കഴിച്ച് നേരെ മദീന ഖലീഫക്ക് ഇറങ്ങി. നാട്ടിൽ നിന്നും വിസിറ്റ് വന്ന ഞങ്ങളുടെ ഉസ്താദിനെ ഒന്ന് കാണണം, അവരെ ഒന്ന് എയർപോർട്ടിലാക്കണം. വരും വയ്യാണ് വിളി വരുന്നത്. ഇന്ന് സെക്കൻഡ് പ്രോഗ്രാം കൺഫേം ആയെന്നും പറഞ്ഞു. പിന്നെ തിരക്കിന്റെ കാര്യം പറയണ്ടല്ലോ. റൂമിൽ കയറി സാധനങ്ങളൊക്കെ എടുത്ത് ആദ്യത്തെ പ്രോഗ്രാമിന് എല്ലാവരും തുമാമ സൂക്കിൽ ഒത്തുകൂടി. അവിടുന്ന് ഒരു ചായ ഒക്കെ അടിച്ച് നേരെ സെയ്ദിലേക്ക്. അവിടെ ഒരു ഇനാഗുറേഷൻ ആയിരുന്നു. ആദ്യത്തെ പ്രോഗ്രാമും കഴിഞ്ഞ് ഇനി നേരെ സെക്കൻഡ് പ്രോഗ്രാമിന് സെമിസ്മയിലേക്ക്. കൂടെ ദാ താജും ഉണ്ട്, ആഷിഖും ഷവാനും. ടീം പാലാരിക്കൂട്ടം അവരുടെ സ്നേഹ സംഗമമാണ് ഇവിടെ. മാഷാ അല്ലാ, നല്ല അടിപൊളി മനുഷ്യന്മാരിട്ടോ. ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അതേപോലെ സപ്പോർട്ടായാലും വേറെ ലെവൽ. ആദ്യം ഫുഡ് അടി, പിന്നെ പ്രോഗ്രാം. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവര് നല്ല ഹാപ്പിയാണ്. ഞങ്ങളും നിങ്ങളുടെ പാട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഏതായാലും ഇതൊരു അവിസ്മരണീയ മുഹൂർത്തം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സെക്കൻഡ് പ്രോഗ്രാമും തകർത്താടി റൂമിലേക്ക്. സമയം 12:30 മണി. ഇൻഷാ അല്ലാ നാളെ, അതായത് ഇന്ന് ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസം. അതിന്റെ ആവേശത്തിലാണ് മുഴുവൻ. ദാ റൂമിലെത്തി ഫ്രഷായി നേരെ ബെഡിലേക്ക്. അപ്പോ ഇന്നത്തേക്ക് വിടാം. ബൈ.